ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്നാണ്. അപ്പോൾ ഇത് അറിയാത്തവരായി പല ആളുകളുമുണ്ട്. അതായത് ഈ ഫുട്ബോൾ കളിച്ചു തുടങ്ങി പിന്നെ പണ്ടേ കളിക്കുന്നവരായിരിക്കും. എന്നാലും എന്താണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പല ആളുകൾക്കും ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇത് അറിയാവുന്ന കുറേ ആളുകളുണ്ടാവും, എന്നാൽ ഇത് അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അറിയാവുന്ന ആളുകളൊക്കെ ഇതൊന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് അറിയാത്ത ആളുകൾ കുറേയുണ്ട്. അപ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഈ ഫുട്ബോൾ കണ്ടൻറ്റ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞാൽ നമുക്ക് ലാഗ് അടിപ്പിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസിൽ ഫുൾ ഓപ്ഷൻ കിട്ടാനായി നമ്മൾ ജസ്റ്റ് ഒരു ഡമ്മി മാച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈറ്റ് മാർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ടൈറ്റ് മാർക്കിംഗ് എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് അപ്പോൾ ഓപ്പോസിറ്റ് ടീമിൽ നമ്മളോട് നല്ലൊരു കളിക്കുന്ന താരമുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ടീമിൽ ഈ ഒരു താരമായിരിക്കും നല്ലൊരു കളിക്കുന്നുണ്ടാവുക, അതായത് നല്ലൊരു മെയിൻ ആയിട്ടുള്ളൊരു താരമായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു താരത്തെ മാത്രം നമ്മളുടെ ടീമിലുള്ള എല്ലാവരും ഫോക്കസ് ചെയ്യും, അതായത് ഈ ഒരു താരത്തെ ലോക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു താരത്തിന് പിന്നെ അറ്റാക്കിങ്ങിലോട്ട് പെട്ടെന്ന് കയറാൻ കഴിയില്ല. അപ്പോൾ അതാണ് ഈ ഒരു ടൈറ്റ് മാർക്കിംഗ് എന്ന് വെച്ചാൽ. അടുത്തത് നമുക്ക് മാൻ മാർക്കിംഗ് എന്ന് നോക്കാം. അപ്പം മാൻ മാർക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളോട് ഒരു ഡിഫെൻസീവാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബെക്കം ബോറിനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് അപ്പോൾ നെക്സ്റ്റ് അടിച്ചിട്ടാകുമ്പോൾ ഞാനിവിടെ ഇവിടുത്തെ റൈറ്റ് വിങ്ങിൽ ഒരു നല്ല കളിക്കുന്ന താരം എന്ന്, അപ്പോൾ ഒരു നല്ല കളിക്കുന്ന താരം എന്ന് വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ റൈറ്റ് വിങ്ങിൽ ഒരു കളിക്കുന്ന താരത്തിനെ സെലക്ട് ചെയ്ത് അവിടെ തന്നെ വെച്ച് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ഇവിടെ ബാക്കോട്ട് വന്നാൽ ഇങ്ങനെ കാണാം. അതായത് നമ്മളുടെ ഈ ഒരു ബെക്കം ബോർ ഈ ഒരു താരത്തെ മാത്രം ഒന്ന് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു താരത്തെ മാത്രം ലോക്ക് ചെയ്ത് അവിടെ വെക്കും. അപ്പോൾ ഈ ഒരു താരം മേടെ പോകുന്നുണ്ടോ അറ്റാക്കിങ്ങിലേക്ക് പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ ഈ ഒരു ബെക്കം ബോർ ഈ ഒരു താരത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവരൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഈ മാൻ മാർക്കിംഗ് എന്ന് വെച്ചാൽ. അടുത്തതായുള്ളത് കൗണ്ടർ അറ്റാക്കാണ്. അപ്പോൾ ഇത് കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഏകദേശം പിടി കിട്ടി കാണും. അതെ, അപ്പോൾ വെറുതെ ഡിഫൻസിലേക്കെല്ലാം വന്ന് നമ്മളെ സ്റ്റാമിന അതായത് പ്ലേയേഴ്സിൻ്റെ സ്റ്റാമിന വെറുതെ വേസ്റ്റ് ചെയ്യില്ല. അപ്പം ഏതെങ്കിലും ഒരു ആളെ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മർഡോണിനെ നോക്കാം. അപ്പോൾ നമ്മൾ മർഡോണിനെ ഇവിടെ വെച്ച് കൗണ്ടർ ടാർഗറ്റ് ആയിട്ട്, ഇപ്പോൾ കൗണ്ടർ ടാർഗറ്റിൽ അതായത് ഇപ്പോൾ നമ്മൾ എവിടെയാണോ ആ മർഡോണ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കും. വെറുതെ ഡിഫൻസിലേക്ക് വന്ന് സ്റ്റാമിന വെറുതെ വേസ്റ്റ് ചെയ്യില്ല. അപ്പോൾ കൗണ്ടർ ടാർഗറ്റ് എല്ലാവർക്കും ഏകദേശം പിടി കിട്ടി കാണും. അപ്പോൾ ഒരു സ്റ്റാമിന വേസ്റ്റ് ചെയ്യാണ്ട് ആ ഒരു തരം അവിടെ തന്നെ നിൽക്കും. അടുത്തതായി നമുക്ക് ഡീപ്പ് ലൈൻ എന്താണെന്ന് നോക്കാം. ഡീപ്പ് ലൈനും എന്ന് വെച്ചാൽ അതായത് ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരു താരം പെട്ടെന്ന് നമ്മളുടെ ഡിഫൻസ് എല്ലാം പൊളിച്ചുകൊണ്ട് അറ്റാക്കിങ്ങിലേക്ക് കടന്നു വരും. അപ്പോൾ അറ്റാക്കിലേക്ക് കടന്നു വരുമ്പോൾ അതായത് നമ്മളെ ഡിഫൻസീവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേത് താരത്തെ ഉദാഹരണത്തിന് നമുക്ക് നെയ്മർ തന്നെ വെക്കാം. നെയ്മർ ഡീപ്പ് ലൈന് അതായത് പിന്നെ പെട്ടെന്ന് അറ്റാക്കിങ്ങിലേക്ക് ഓപ്പോസിറ്റ് ടീം നമ്മളെ വലയിലേക്ക് ഇങ്ങനെ പന്തലെത്തിക്കാൻ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നെയ്മർ തന്നെ ഡിഫൻസിനെ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വരും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടി കാണും. അപ്പോൾ അതായത് പിന്നെ ഓപ്പോസിറ്റ് ടീം പെട്ടെന്ന് നമ്മളുടെ അറ്റാക്കിങ് പിന്നെ ഡിഫൻസീവ് എല്ലാം വിളിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഡീപ്പ് ലൈനിൽ ഇട്ടാൽ ഈ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ നെയ്മറും ചെറുതായിട്ടൊന്ന് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്കിങ്ങിലോട്ട് ഇറങ്ങി വരും. അതിനെയാണ് ഡീപ്പ് ലൈനും എന്ന് പറയുന്നത്. ഡിഫൻസീവിൽ തന്നെ നമുക്ക് രണ്ട് സെക്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് നിങ്ങൾക്ക് ഡീപ്പ് ലൈൻ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ അറ്റാക്ക്, രണ്ടാമത് സെക്ഷനിൽ നിങ്ങൾക്ക് കൗണ്ടർ അറ്റാക്ക് കൊടുക്കാം. അപ്പോൾ മർഡോണ സെലക്ട് ചെയ്ത് മർഡോണ കൗണ്ടർ അറ്റാക്കിലേക്ക് വെക്കാം. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് അറ്റാക്കിംഗ് ആണ്. അപ്പോൾ അറ്റാക്കിംഗ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അറ്റാക്കിങ്ങിൽ നമുക്ക് 3 പാർട്ടായിട്ടാണ് ഒന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിഫൻസീവ് എന്ന് വെച്ചാൽ പിന്നെ നമ്മളൊരു താരത്തെ ഡിഫൻസീവിൽ നിർത്തുന്നുണ്ട്. അതായത് നമുക്ക് അലക്സാണ്ടർ ആർണോൾഡിനെ തന്നെ നമുക്ക് ഡിഫൻസീവിൽ വെക്കാം. അപ്പോൾ ഈ ഒരു താരത്തെ നമ്മൾ ഡിഫൻസീവിൽ വെച്ചാൽ ഈ ഒരു താരം ഡിഫൻസീവിൽ തന്നെ
ആ ഒരു പൊസിഷനിൽ തന്നെ മാറാതെ കളിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഒന്ന് അറ്റാക്കിങ്ങിലേക്ക് സെൻറ്ററിലെ മുമ്പിലേക്ക് കയറുകയോ വെറുതെ പിന്നെ റൈറ്റ് വിങ്ങിലെയോ ലെഫ്റ്റ് വിങ്ങിലേക്കൊന്നും പോവാതെ ആ ഡിഫെൻസീവിൽ തന്നെ എവിടെയാണോ നമ്മൾ ഡിഫെൻസീവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ ഈ അലക്സാണ്ടർ അർണോൾഡ് കളിക്കും, വേറെ എവിടെയും പോകില്ല. അപ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ടീം അറ്റാക്കിങ്ങിലോട്ടൊക്കെ വരുമ്പോൾ അലക്സാണ്ടർ അവിടെ തന്നെ ഉണ്ടാവും. ഇതാണ് ഡിഫെൻസീവ് എന്ന് വെച്ചാൽ. അപ്പോൾ അടുത്തതായി നമുക്ക് അറ്റാക്കിങ് എന്താണെന്ന് നോക്കാം. അറ്റാക്കിങ് എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഡിഫെൻസീവിൽ ആരെങ്കിലും നമുക്ക് അറ്റാക്കിങ്ങിലേക്ക് വേണം. ഉദാഹരണത്തിന് നമുക്ക് ബെല്ലിറ്റിനെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബെല്ലിറ്റി എന്ത് ചെയ്തു, ഇപ്പോൾ പുതുതായിട്ട് അതായത് നമുക്ക് ഒന്നിക്കിൽ സുവാരസൊക്കെ ഉണ്ടാവും നമ്മൾ അറ്റാക്കിൽ, എന്നാലും നമുക്കൊരു കുറച്ചും കൂടി അറ്റാക്കിങ് മൂവ്മെൻ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫെൻസീവിൽ നിന്ന് ഒരാളെ ഇറക്കും. അതായത് ഡിഫെൻസീവിൽ നിന്ന് ഏതെങ്കിലും ഒരു താരത്തെ നമുക്ക് അറ്റാക്കിങ്ങിലേക്ക് വെക്കാം. അല്ലെങ്കിൽ ബെല്ലിറ്റന്നെ ആവണമെന്നില്ല, ബെക്കം ബോറുമായാലും ആവാം. അപ്പോൾ നമ്മൾ അറ്റാക്കിങ്ങിൽ നിന്ന് പുതുതായിട്ട് ഡിഫെൻസീവിൽ നിന്ന് പുതുതായിട്ട് ഒരു താരത്തെ നമ്മൾ അറ്റാക്കിങ്ങിലേക്ക് കൊണ്ടുവരും. അപ്പോൾ പന്തൊക്കെ നമ്മളെ കൈമേൽ കിട്ടുമ്പോൾ ഈ ഒരു താരം റൈറ്റ് വിങ്ങിലോട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒരു അറ്റാക്കിംഗ് സ്പേസിലേക്ക് കണ്ടെത്തി ഇത് നമ്മളെ ബെല്ലിറ്റ് അറ്റാക്കിങ്ങിലേക്ക് ഓടും. അപ്പോൾ നമുക്ക് ആ ഒരു താരത്തിന് പന്ത് കൊടുത്ത് നേരെ ഗോളൊക്കെ അടിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അറ്റാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആങ്കറിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആങ്കറിങ് അത്യാവശ്യം ചില ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എന്നാലും അറിയാത്തവർക്ക് പറയാം. ഈ ആങ്കറിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും താരത്തെ നമുക്ക് അവിടെ തന്നെ നിർത്തണം. വെറുതെ ആങ്കറിങ്, അതായത് ഉദാഹരണത്തിന് നമുക്ക് അറിയാം സുവാരസിനെ തന്നെ ടാപ്പ് ചെയ്യാം. നമുക്ക് ആങ്കറിങ് എന്ന് വെച്ചാൽ സുവാരസ് പിന്നെ ഏത് പൊസിഷനിലാണ് കളിക്കുന്നത് അവിടെ തന്നെ ആങ്കറായിട്ട് നിൽക്കും. സുവാരസിനെ ടാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ സുവാരസിനെ തന്നെ നമ്മൾ ആങ്കറായിട്ട് നിർത്തിയാണ്. അപ്പോൾ സുവാരസ് നമ്മൾ നിർത്തുമ്പോൾ ഈ സുവാരസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കാതെ അവിടെ തന്നെ നിൽക്കും. അതായത് പെട്ടെന്ന് നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സുവാരസ് ഉണ്ടാവും. അപ്പോൾ സുവാരസിൻ്റെ അടുത്ത് പന്ത് കൊടുത്ത് നമുക്ക് നേരെ ഗോളൊക്കെ അടിക്കാൻ സാധിക്കും. അതായത് പെട്ടെന്നൊരു അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഒന്നിക്കിൽ ഡിഫെൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നിക്കിൽ ഈ പിന്നെ ആങ്കർ കൊടുത്തിട്ടില്ലെങ്കിൽ സുവാരസ് ഒന്നിക്കിൽ ഡിഫെൻസിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ ആങ്കർ കൊടുത്താൽ എന്തുണ്ട്, സുവാരസ് എവിടെയാണോ അവിടെ തന്നെ നിൽക്കും. അതായത് വേറൊരു ഫ്രീ സ്പേസിലും ഉണ്ടെന്ന് ചൊല്ലി അവിടത്തേക്കൊന്നും പോകില്ല. അപ്പോൾ എവിടെയാണ് നിർത്തിയതിന് അവിടെ തന്നെ ഈ സുവാരസ് നിൽക്കുന്നതിനെയാണ് ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ അറ്റാക്കിങ് രണ്ടായിട്ടും ഡിഫെൻസീവും രണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ അറ്റാക്കിങ്ങിൽ നമുക്ക് പിന്നെ രണ്ട് പ്ലെയേഴ്സിനെ ചൂസ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഡിഫെൻസീവിലാണെങ്കിലും രണ്ട് പ്ലെയറിനെ ചൂസ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഏതാണെന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു താരത്തെ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈല്, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏത് താരത്തിൻ്റെ ഒപ്പരാണ് ഏത് താരത്തെയാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു താരത്തെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് ഇടാനും പറ്റും. അപ്പം ഏകദേശം ഈ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കുന്ന പല ആളുകൾക്കും ഈ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞതാണെങ്കിൽ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോയുമായി വരുന്നത് വരേക്കും ഓക്കെ, ബൈ.